ഹായ് ഹലോ എല്ലാവർക്കും സെവൻത്ത് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള പാർട്സ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലാവുള്ളൂ. എൻ്റെ ഇടയ്ക്ക് വെച്ച് കണ്ടാലേ ഇതൊക്കെ എന്തായിരുന്നു പറയണേന്ന് ഓർക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഗോസ്റ്റ് സ്റ്റോറീസൊക്കെ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള പാർട്സ് കൂടെ ഒന്നായിട്ട് കണ്ടിട്ട് വരണം. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസിഡൻസിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത്, നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്തതിനെക്കുറിച്ചാണ്. ഈ ഒരുപാട് പേരോടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്നവരോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ ഫാമിലിക്ക് എന്താ വട്ടാണോ എന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളെക്കാളും ഈ ഒരു ഏരിയ ഒക്കെ കുറേ നാൾ കൊണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവർക്കും ഇതിനെപ്പറ്റി ഒരു അറിവും അവർക്കും ഇല്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് ഇവിടെ പറയുന്നില്ല, ആ ചേട്ടനെ നമുക്കറിയാം. നമ്മൾ ആ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ തൊട്ട് നമുക്ക് ഈ ചേട്ടന് പരിചയമുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് ഒന്നും അല്ലെങ്കിലും നമുക്ക് അടുത്ത് പരിചയമുള്ളൊരു ചേട്ടൻ. ആ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് കുറേ നാളെ ആ ചേട്ടനെ കണ്ടിട്ട്, അപ്പോൾ പെട്ടെന്ന് ഈ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, സത്യമാണോ ഇതൊക്കെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല എൻ്റെ ആൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു, ശരിയാ ചേട്ടാ, ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങളിവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കേ ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ചേട്ടനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ? അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്നില്ലേ, ഇതൊരു പുതിയ വീടാണ്. അതായത് ഞാൻ ഫസ്റ്റ് പാർട്ടി തന്നെ പറഞ്ഞിരുന്നു, ഇത് പുതിയ വീടാണ്. അതായത് ഞങ്ങളാണ് ഫസ്റ്റ് ടൈം, അതായത് അതിന് മുമ്പൊരു പാർട്ടി താമസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് താമസിച്ചിരിക്കുന്നത്. അത്ര പുതിയൊരു വീടാണ്. അപ്പോൾ ഈ വീട് പണിയുന്നതിന് മുമ്പ് അവിടെ ഒരു ഓടിട്ട വീടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയില്ല, അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് ഈ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ട് ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. അതായത് അറ്റംപ്റ്റാണ്, ഈ ചേട്ടൻ മരിച്ചിട്ടില്ല. അതിനുശേഷം ഈ ചേട്ടൻ ആ ഒരു ഏരിയയിൽ തന്നെയുള്ള വേറൊരു വീട്ടിൽ ചെന്നിട്ട് സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഈ ചേട്ടനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പുള്ളി അങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലല്ല. അത് മാത്രമല്ല, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞങ്ങളെ വന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യം ഈ ചേട്ടനില്ല. അങ്ങനെ അപ്പം ഞങ്ങൾ ചോദിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ മരണപ്പെട്ട വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അവിടെ ഇപ്പോൾ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, ആരാ? ഞാൻ തന്നെ. ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒരു മൂവിയുടെയൊക്കെ ഒരു എഫക്റ്റ് കിട്ടാൻ. പക്ഷേ സംഭവം സത്യമാണ്. ആ ചേട്ടനാണ് അവിടെ താമസിച്ചിരുന്നത്. ആ ചേട്ടൻ ഒറ്റയ്ക്കല്ല, ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡാണ്, പക്ഷേ അവർക്ക് ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അസുഖങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ഫാമിലി. അപ്പോൾ ഒരു ദിവസം ഈ അമ്മ കിടന്നുറങ്ങുവാണ്. അതൊരു പകൽ സമയത്താണ് ഈ അമ്മ കിടന്നുറങ്ങുന്നത്. ആ അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് ആരോ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീൽ വന്നപ്പോൾ ഈ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. അതായത് ഈ അമ്മ വിചാരിച്ചത് മോനോ അല്ലെങ്കിൽ അമ്മയുടെ ഹസ്ബൻഡോ ആരെങ്കിലും ആയിരിക്കും വന്ന് നിൽക്കുന്നതെന്ന് ഓർത്തിട്ടായിരിക്കണം പെട്ടെന്ന് എഴുന്നേറ്റു. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ രണ്ടാമത് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു പീരീഡിലെ അതിൽ നമുക്ക് ബോധം ഉണ്ടാവും. അതായത് നമുക്ക് ചുറ്റിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മൾ ഉറക്കത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഈ അമ്മേനെ ആരോ ബെഡിൽ നിന്ന് താഴത്തേക്ക് ഉന്തിയിട്ടു, അതായത് വലിച്ചിട്ടു. ഈ സംഭവം ഈ അമ്മക്ക് കുറച്ച് ഏജ് ഉള്ളത് കൊണ്ടിട്ട് ഈ അമ്മയുടെ തൊടയുടെ എല്ലിന് എന്തോ കാര്യമായിട്ടുള്ള പരിക്ക് പറ്റി. അത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, എനിക്കിപ്പോൾ വിളിച്ച് ചോദിക്കാനൊക്കെയുള്ള പരിമിതികളുള്ളത് കൊണ്ട് അവരിപ്പോൾ മറന്നൊക്കെ ഇരിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല കേട്ടോ. ആ അമ്മ ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ തൊടയിൽ എന്തോ പരിക്ക് പറ്റി.
അങ്ങനെ അപ്പം ഈ അമ്മക്ക് ഫീൽ ചെയ്യുന്നത് ഈ ആ, അവിടെ ഒരു തണുത്ത കൈകൾ ഇങ്ങനെ ഒരു തണുത്ത കൈ കൊണ്ട് ആരോ പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിട്ട് വലിച്ചാണ് ഈ അമ്മേനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻസ് നടക്കുന്നതിന് മുമ്പ് ഈ ചേട്ടൻ ഓർക്കുന്നുണ്ട്, ഈ വീട്ടിലും ഈ സംഭവത്തിന് മുമ്പ് ഇവർ ഞങ്ങളുടെ വീട്ടിൽ നടന്ന പോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് പല പല സൗണ്ട് കേൾക്കുക, ഒരു റൂമിലേക്ക് മറ്റൊരു റൂമിലേക്ക് ഒരാൾ ഓടിപ്പോകുന്ന പോലെ തോന്നുക, പല രൂപങ്ങൾ കാണുക, അങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതധികം ഷെയർ ചെയ്തിട്ടില്ല. കാരണം ഏജുള്ള അമ്മയും അച്ഛനൊക്കെ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇവർ അധികം അങ്ങ് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഈ അമ്മക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോഴത്തേക്കും അവരിതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. അപ്പോഴും അവർക്ക് ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ആ വീട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ അമ്മക്ക് അങ്ങനെ പരിക്ക് പറ്റി എന്ന് കേട്ടതും ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ടെൻഷനായി. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ അതുവരെ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല, ആരെയും അങ്ങനെ ഉന്തിയിടുക വലിച്ചിടുക അങ്ങനത്തെ സംഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഓടിപ്പോവുക, തൊടുക, പേടിപ്പിക്കുക, ഇത് ജസ്റ്റ് ഫ്രണ്ടിൽ വന്ന് പേടിപ്പിക്കുക, അതുവരെയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇനി ഇതൊരു സ്റ്റാർട്ടിങ് പീരീഡ് ആണോ? അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും വരാൻ തുടങ്ങി. കാരണം നമ്മുടെ വീട്ടിലല്ല മാത്രമല്ല അത് സംഭവിക്കുന്നത്, മറ്റൊരാളുടെ വീട്ടിലും കൂടെ ഇതിങ്ങനെ സംഭവിച്ചു എന്നായപ്പോൾ, അതായത് ഇത് കൺഫേം അല്ല ഇതാണോ എന്ന്, ഇത് സംഭവിച്ചത് ഇങ്ങനെ ഈ ഒരു ആൾ തന്നെയാണോ നമ്മളെയും ഇങ്ങനെ പേടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളിങ്ങനെ ഫാമിലിയിൽ, അപ്പോൾ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണല്ലോ, നമ്മളുടെ ടൂറിന് വന്നിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഇതറിയാം. അപ്പോൾ പലരോടും സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു, നിങ്ങൾ വെഞ്ചരിച്ചിട്ടാണോ ആ വീട്ടിൽ താമസിച്ചതെന്ന്. അപ്പോൾ അമ്മയൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും ശരിയാണ്, നമ്മൾ വെഞ്ചരിച്ചിട്ടല്ല വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് നമ്മൾ താമസിച്ച വീട്ടിലൊക്കെ നമ്മൾ താമസിക്കുന്നതിന് മുമ്പ് വെഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മൾ താമസിക്കാൻ കയറിയിട്ടുള്ളത്. പക്ഷേ ഇത് പെട്ടെന്നുള്ള ഒരു മാറ്റമായതുകൊണ്ട് നമ്മൾക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വെഞ്ചരിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ വെഞ്ചരിക്കാത്തത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നു. അപ്പോൾ പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മൾ വെഞ്ചരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി താമസിക്കുന്ന വീടാണ്, പക്ഷെ നമ്മൾ താമസിക്കുന്നതിന് മുമ്പ് വെഞ്ചരിച്ചിട്ടില്ല, അതുകൊണ്ട് വീടൊന്ന് വെഞ്ചരിക്കണം. അപ്പോൾ അച്ഛൻ ഓക്കെ ഞാൻ വരാമെന്ന് പറ്റൂ. ഞങ്ങൾ പോയി പറഞ്ഞത് വികാരി അച്ഛൻ്റെ അടുത്താണ്. അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, വികാരി അച്ഛൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജുള്ള ഒരു അച്ഛനല്ലേ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞാലും പറഞ്ഞ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതായത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള അച്ഛനാവുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എല്ലാം തകർത്ത് കൊണ്ടിട്ട് വികാരി അച്ഛനല്ല അന്ന് വീട്ടിലേക്ക് വെഞ്ചിരിക്കാൻ വരുന്നത്. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും അച്ഛനാണല്ലോ, അച്ഛന്മാർക്കിപ്പോൾ എല്ലാവർക്കും ഒരേ പവറാണല്ലോ ഉള്ളത്, വെഞ്ചിരിക്കട്ടെ. അപ്പോൾ നമുക്ക് വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ വെഞ്ചരിക്കാൻ വേണ്ടി അന്ന് ദിവസം അച്ഛൻ വരിക. അച്ഛൻ വന്നു, വീട്ടിൽ വന്നു, നമ്മൾ തിരികെത്തിച്ചു, പ്രാർത്ഥന ചൊല്ലി, പുത്തൻവെള്ളമൊക്കെ പുത്തൻവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല, നമ്മൾ വെഞ്ചരിക്കാൻ നേരത്തെ ഇങ്ങനെ വെള്ളമൊക്കെ എല്ലാ റൂമിലും തളിച്ച്, കിച്ചണിലും റൂമിലും ഹാളിലും ഒക്കെ തെളിച്ച് പുറത്തുമൊക്കെ ഒഴിച്ച്, പിന്നെ ആൻറ്റി ആണെങ്കിൽ ആൻറ്റി പറഞ്ഞു താഴെയും വെഞ്ചരിക്കാം. ഓക്കെ, താഴെയും കൊണ്ട് വെഞ്ചരിച്ച് എല്ലാം കഴിഞ്ഞ്, അത് രാവിലെയാണ് ഈ സംഭവം. അതായത് കുർബാന ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെഞ്ചരിക്കാൻ വേണ്ടി അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റോ ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ ചായ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അച്ഛൻ അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടാന്ന് എന്തോ പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചായ കുടിച്ച് അച്ഛനിങ്ങനെ റിലാക്സ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇതിങ്ങനെ പറയാൻ തോന്നിക്കൊണ്ടിരിക്കുക. പക്ഷേ എവിടെ തുടങ്ങണം, ആര് തുടങ്ങണം? നമുക്കിതിങ്ങനെ അച്ഛന്മാരോടൊന്നും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞുള്ള ഒരു പഴക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ എങ്ങനെ പറയണം, എന്ത് പറയണം എന്നൊക്കെ ഒരു ടെൻഷൻ.
പിന്നെ ഇത് പറഞ്ഞാൽ തന്നെ അച്ഛൻ എന്തായിരിക്കും ഞങ്ങളെക്കുറിച്ച് വിചാരിക്കുക, എത്ര പള്ളിയിലൊക്കെ പോകുന്ന വിശ്വാസികളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് അച്ഛൻ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. ലാസ്റ്റ് അങ്കിളാണെന്ന് തോന്നണു എന്തിങ്ങനെ സ്റ്റാർട്ടിങ് ഇട്ട് വെച്ചു. അതായത് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ എന്താണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഈ വീട്ടിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്ത് പ്രശ്നം? അല്ല, ഈ വീട്ടിൽ ഞങ്ങളല്ലാതെ വേറെ ആരോ ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുണ്ട്, ഞാനുണ്ട്, പിന്നെ വേറെ ആരാ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അതല്ല അച്ഛാ, നമ്മൾ മാത്രമുള്ള സമയത്ത്, അതായത് ഞങ്ങളുടെ ഫാമിലി മാത്രമുള്ള സമയത്ത് വേറെ ആരോ ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ആ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ആ ഒരു ഫീൽ കിട്ടാറുണ്ട്, പലരും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഭയങ്കര സില്ലിയായിട്ട്, അതായത് അച്ഛനൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു കാലത്ത് ഇങ്ങനെ വിശ്വസിക്കാൻ നമുക്കത് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കത് തോന്നിയതാവും, അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല, അത് നിങ്ങൾക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇത്ര നാൾ അനുഭവിച്ച കാര്യങ്ങൾ ഒരാൾ, അതും ഇത്രയും എന്താ പറയുക, നമ്മൾ വിശ്വാസത്തിൽ നമ്മുടെ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് തരും എന്ന് വിശ്വസിച്ച ഒരാൾ വന്നിട്ട് സില്ലിയായിട്ട് നിങ്ങൾക്ക് തോന്നിയതാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരത്തില്ലേ. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചെയർ വലിച്ചിട്ടിട്ട് അച്ഛൻ്റെ ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്കും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയായി, അച്ഛൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് അച്ഛൻ കേൾക്കും തോറും അച്ഛനിങ്ങനെ കുറച്ച് വിശ്വാസം വരുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇതെല്ലാം കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, ഓക്കെ അങ്ങനെയൊക്കെയാണല്ലേ, സോ നമുക്ക് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ച് ഇനി ഇവിടെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, എന്താ പറയുക, സമാധാനമൊക്കെ കിട്ടി. കാരണം ഇതോടെ പോയി, ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഭയങ്കര റിലാക്സ് കിട്ടും, ഇതിൽ നിന്നെല്ലാം റിലീഫ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് സന്തോഷമായി. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയി, എല്ലാം പോയി. പക്ഷേ ഈ അച്ഛനുള്ള സമയത്ത് മാത്രം അവിടെ നമുക്ക് മറ്റേ കസിൻസൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന പോലത്തെ ഒരു കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഒരു കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ വിശ്വാസമായി, ഇനി ഒരിക്കലും ഇങ്ങനെ ഇതെല്ലാം നമുക്ക് പേടിക്കണ്ട, അതൊക്കെ കഴിഞ്ഞു എന്നുള്ള ഇപ്പോൾ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അച്ഛൻ പോയി വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും പഴയതുപോലെ തന്നെ സൗണ്ട് കേൾക്കുന്നില്ല, അതായത് ആ കച്ചിയിടുന്ന സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയെല്ലാം പഴയതുപോലെ ആയി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും പേടിയായി. ഇതിപ്പോൾ ഞാൻ പറയുവാണെങ്കിലല്ലേ, നമ്മളുടെ രോമാഞ്ചം മൂവി ആൻഡ് ഭൂതകാലം മൂവിയൊക്കെ ഇല്ലേ, അതിലൊക്കെ ഈ രോമാഞ്ചത്തിൽ ലാസ്റ്റ് കാണിക്കില്ലേ, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്, നമുക്ക് പലർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ മൂവി ഇറങ്ങി ഇത് കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ കസിൻസ് അങ്ങോട്ടും കൂടി പറയാം, ഇത് നമ്മളുടെ വീട്ടിൽ നടന്നതല്ലേ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞതിലും കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ട് പോയിട്ടുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ എൻ്റെ കസിൻസ് എന്നെ ഓർമ്മിപ്പിച്ചതാണ്, അതിലും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂതകാലം മൂവിയിലും രോമാഞ്ചത്തിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് പലരും ഇങ്ങനെ ഞങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങൾക്കിപ്പോൾ അങ്ങനൊരു മൂവി ചെയ്യാമെന്നുള്ള മൂഡിൽ വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്കൊരു സ്റ്റോറി ആയിട്ടൊന്നൊരു മൂവിയൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ, പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ. അതേപോലെയാണ് ഭൂതകാലത്തിൽ ആ ഒരു എന്താ പറയുക, ആ അമ്മേനെ കാണൂലേ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ റൂമിൽ നിന്ന്, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ എങ്ങനെ എനിക്കിതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനും എനിക്കറിയില്ല വേറൊരാളെ. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ, ഈ എന്താ പറയുക, രോമാഞ്ചത്തിൽ ഈ ഇങ്ങനെ ലൈറ്റ്സ് പോകുന്നതൊക്കെ
ഓക്കെ അതൊക്കെ കറക്റ്റാണ്. അത് ഇപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളുടെ അവസ്ഥയായിരുന്നു ആ സമയത്ത്. പലരും ഇത് കേട്ടിട്ട് കുറേ ആൾക്കാരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ അയ്യേ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ നിങ്ങൾ തള്ളുന്നതാന്ന് അങ്ങനെ തന്നെ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എന്താ പറയുക, പണ്ട് ഈ റിങ് കോൺജറിങ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണിക്കും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അത് നമ്മളെ പേടിപ്പിക്കാനാന്ന്. പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ഇത് ഉണ്ടായതിന് ശേഷമാണ് ഈ രോമാഞ്ചമൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കും നമ്മുടെ ലൈഫിലുള്ള സംഭവമൊക്കെ ആരോ ചോർത്തി കൊടുത്തിട്ട് ഒരു മൂവി ഉണ്ടാക്കിയത്. അത്രയും കറക്റ്റായിരുന്നു പല കാര്യങ്ങളും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു ദിവസം പിന്നെയും ഈ ചേട്ടൻ, അതായത് നമ്മുടെ വിശ്വാസം ഇതൊക്കെ പഴയതുപോലെ ആയല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഈ ചേട്ടൻ വന്നു. അന്ന് ആ ചേട്ടന് പറയാനുണ്ടായിരുന്നത് ഇതിനേക്കാളും സ്കേറി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു.